ഉണ്ണിയമ്മേ കുമ്പടി വന്നു. സാറേ, ഇത് ബഹബല്ലെന്നാണ് എല്ലാവരും ഞങ്ങളോട് വന്ന് പറയണത്. ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വന്ന ആൾക്കാരൊക്കെ ഇത് ബഹബല്ല എന്നാണ് പറയണത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞങ്ങൾ തീരാതെ അത് ഫാറൂഖ് കോളേജിന് 1975 ഇത് 2 പ്രാവശ്യം കോടതി വിധി ഉണ്ടായതാണ്. ആക്സിഡന്റ് കേസുള്ള യോഗക്കൊത്തു വന്നിട്ട് ഇത് ഫാറൂഖ് കോളേജിന് പറഞ്ഞ് എന്നിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം തീരാധാരം മേടിക്കണത്. എന്നിട്ട് ഇപ്പൊ വന്ന ആൾക്കാരൊക്കെ ഇത് ബഹബല്ല എന്നാണ് പറയണത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ബഹബല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് പറയാലോ. ഞങ്ങൾ അതായത് 3 കൊല്ലമായി 2022 ഞങ്ങൾ ജയിലിൽ കിടക്കണ പോലെയാണ് കിടക്കണത്. 3 കൊല്ലം കടലിൽ പോയ ഈ എണ്ണക്കാശ് കടവെട്ടണ വന്ന നഷ്ടമായിരിക്കുള്ളൂ. പിന്നെ ഇത്തിരി വാരി പിന്നെ മറ്റുള്ള പണികൾക്കൊക്കെ പോയി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരിപ്പോ ബാങ്കിൽ ഞങ്ങളുടെ ലോണും പട്ടയൊന്നും കൊടുക്കണില്ലല്ലോ. അപ്പൊ അത് ആ പട്ടയം കൊടുക്കാത്ത കാരണം അവരിപ്പോ മുത്തൂറ്റി അങ്ങനെയുള്ള ബാങ്കുകളുടെ അതായത് ആത്മഹത്യയുടെ വക്കിലേക്കാണ് അവർ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, ഈ ലോൺ അടക്കാതെ കഴിയുമ്പോൾ അവർ വന്നു കഴിയുമ്പോൾ അവർക്കൊന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാല് അങ്ങാടെ ആത്മഹത്യ ചെയ്യും. നിങ്ങൾ അങ്ങാടും ഇങ്ങാടും തർക്കിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ 3 കൊല്ലമായി ജയിലിൽ കിടക്കണ പോലെ കിടക്കണത്. മനസ്സിലായ? നിങ്ങളിപ്പോ മുഖ്യമന്ത്രിനെ കുറ്റം പറയും, മുഖ്യമന്ത്രി നിങ്ങളെ കുറ്റം പറയും. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഇത്രയും എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങൾ എത്രയും ഇത് അതന്നെയല്ല, ഇത് 51 ദിവസമായി ഇവിടെ നിരാകാരം തുടങ്ങിയിട്ട്. നിങ്ങൾ ഒക്ടോബർ 3-ാം തീയതിയാണ് അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോയത്. ഇത്രയും ദിവസമായിട്ട് ഒക്ടോബർ 13-ാം തീയതി ഞങ്ങൾ സമരം തുടങ്ങിയാണ് ഇവിടെ. എന്നിട്ട് ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമരമുറകൾ നടത്തിയിട്ടുണ്ടോ സാറേ? പറഞ്ഞിട്ടില്ല. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ BJP കയറി വന്നെന്ന് പറഞ്ഞു. BJP വന്നത് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തത് നിങ്ങളാണ്. എന്നിട്ട് ഞങ്ങളുടെ അച്ഛന്മാര് വർഗീയത പ്രചരിപ്പിക്കുകയെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല, അതോ വല്ല കാര്യമുണ്ടാ? ഇപ്പൊ ഇവിടെ പോണ ജനങ്ങള്, ഞാൻ കാര്യം പറയാം, രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ല. ഇവിടെയുള്ള ജനങ്ങളൊക്കെ അവരവരുടെ ജോലിക്ക് പോയിട്ട് ജീവിക്കണതാണ്. രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ വേറെ ഒക്കെ ഉണ്ടാവും. എന്തേനു യവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. ഞങ്ങയൊക്കെ ഇപ്പോഴേ ഞാനിപ്പോഴും കടലിൽ പോണേണ്. അതേപോലെ ഇവിടെ 190% ആൾക്കാരും കടലിൽ പോണ ആൾക്കാരാണ്. അവർക്ക് ഇപ്പൊ പോയിട്ട് കടമാണ്. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. സാറന്മാർക്ക് ഇവിടെ ഉള്ള ജീവിക്കണം. ഇപ്പൊ സാർ ഇപ്പൊ പറവൂരുള്ള ആളാണെന്ന് പറഞ്ഞത്. അപ്പൊ സാറിന് അറിയാൻ പറ്റും ഇവിടുത്തെ ഫിഷിംഗ് മേഖല പോയി കഴിഞ്ഞാൽ കടമ്പരല്ലേ എന്ന് പറഞ്ഞാണ് പോണത്. എന്ന് വെച്ചാൽ ഡീസലിനൊക്കെ അത്രയും വിലയാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. ഞാൻ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യത്തിനോടും ഞാൻ യോജിക്കുകയാണ്. കാരണം എന്താ, അതാണ് സങ്കടമാണ് പറഞ്ഞത്. എന്നിട്ട് ആ സങ്കടമാണ് പറഞ്ഞത് 2022 ഈ റവന്യൂ കരവെടുക്കരുതെന്ന് പറഞ്ഞ് നോട്ടീസ് കിട്ടിയതും മുതൽ ജയിലിൽ കിടക്കണ പോലെയാണ്. അതിനൊന്നും ഇല്ലേ? ഈ പ്രോപ്പർട്ടി പണയം വയ്ക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റുമോ? ലോൺ എടുക്കാൻ പറ്റുമോ? അതാണ് സങ്കടം. ആ സങ്കടം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന സങ്കടമാണ്. ഒരു കമ്പനിയാന്ന് എനിക്ക് അറിയാമോ, താൻ എത്ര കാലം അവനെ അകത്ത് വെക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. ആ സങ്കടം പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ വന്ന് രാഷ്ട്രീയം അല്ല പറഞ്ഞത്. ഞാൻ തന്ന വാക്കെന്താ, രാഷ്ട്രീയം കലർത്തില്ലെന്ന്. രാഷ്ട്രീയം കലർത്തണമെങ്കിൽ എത്രയും മുമ്പ് രാഷ്ട്രീയം കലർത്തായിരുന്നു. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ, ഇവനാണ് നടൻ, നല്ല ഫ്രഷ് പീസ. രാഷ്ട്രീയം കലർത്തില്ലെന്ന നമുക്ക് പറഞ്ഞത് പെട്ടെന്ന് പരിഹരിക്കാവുന്ന. എനിക്ക് മുഖ്യമന്ത്രിയോട് ഒറ്റ വിയോജിപ്പേ ഉള്ളൂ. ഞാൻ ആ വിയോജിപ്പ് കൂടെ പറഞ്ഞു. രാഷ്ട്രീയമായിട്ടല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താ, ഇത് നീട്ടിക്കൊണ്ട് പോകരുത്. എന്തോ എങ്ങനെ അത് നിങ്ങൾ ആഗ്രഹിക്കണ്ട, നീട്ടിക്കൊണ്ട് പോകണം. അല്ല കേട്ടോ, നീട്ടിക്കൊണ്ട് പോകരുത് എന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയണ്ടേ മുഖ്യമന്ത്രിയോട്? ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ, പറയണ്ടേ? എന്താ ശരിയല്ല മാവ, ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ശരിയാ. അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കില്ലേ, നാളെ നിങ്ങൾ മുഖ്യമന്ത്രിയോട് എന്ത് ചോദിച്ചു എന്ന് ചോദിക്കണ്ടേ? ഞാനാണ് മുഖ്യമന്ത്രിയോട് സർവകക്ഷി യോഗം വിളിക്കണം, സത്യം ഇവരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കണം, നിങ്ങൾ ഇത് നീട്ടിക്കൊണ്ടു പോകരുത്, ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നുണ്ട്. അത് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. ആ തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കും. മനസ്സിലായല്ലോ? അത് ഞാൻ പറയും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇനിയും പറയും.
പിന്നെ ഇവിടെ വന്ന് ആളുകൾ വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നത്, ഇവിടെ ആദ്യം വന്നത് പറഞ്ഞത് ഞങ്ങളാണ്. അത് ഞങ്ങൾ നിയമപരമായ പരിശോധനകൾ നടത്തിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്ന് ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. വഖഫ് അല്ല എന്ന് പറഞ്ഞു. വഖഫ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിച്ചാണ്, പിന്നെ നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടില്ല. വഖഫ് അല്ല എന്ന നിലപാട് ആദ്യം എടുത്ത് ആ നിലപാടിന് ഒക്ടോബർ പറഞ്ഞ ശരിയാ. പൊന്നോ ഒടുക്കത്താ പിന്നെ ആ ഒക്ടോബറിൽ എടുത്ത നിലപാടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇലക്ഷനായിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. പിന്നെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം കുറെ ആളുകൾ കയറി വെള്ളം ഉണ്ടാക്കുകയാണ്. വന്ന ആളുകളെ ചിലരും നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ഈ സമരസമിതിക്കാരെ അറിഞ്ഞിട്ടില്ല, ഈ അച്ഛനെ അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അറിയില്ല, ആർക്കും അറിയില്ല. അറിയണ്ട, ആർക്കും അറിയണ്ട. VM സുധീരനെ പോലെ വളരെ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വന്ന മുൻ സ്പീക്കറായിരുന്ന, മുൻ മന്ത്രിയായിരുന്ന ആളാ, MP ആയിരുന്ന ആളാ. അത് നിങ്ങളെ കാണാൻ വന്നതല്ലേ, നിങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ വന്നതല്ലേ. അദ്ദേഹത്തെ ചില ആളുകൾ അവിടെ വെച്ച് അവമാനിച്ച് തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഞങ്ങൾ വേറെ ആരെങ്കിലും ആണ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുമോ? ഞങ്ങൾ നിങ്ങളുടെ വിഷയമായതുകൊണ്ട് കണ്ണടച്ച് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് വേണ്ടാത്ത ആളുകൾ ഇതിന്റെ ഇടയിൽ നിന്ന്, രാഷ്ട്രീയക്കാരല്ല ആരായാലും, വേണ്ടാത്ത രീതിയിൽ നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങൾ സമ്മതിക്കാതിരുന്നാൽ മതി, നമുക്ക് പരിഹാരം ഉണ്ടാവും. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. പരിഹാരം ഉണ്ടാവുന്നത് വരെ നമ്മൾ കൂടെ ഉണ്ടാവും, മനസ്സിലായില്ലേ? ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. പോകുന്ന വഞ്ചിക്ക് പോകുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്, ആ സങ്കടം ഉണ്ടാവും. ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്, ഇതിനേക്കാൾ ഭയങ്കര പൊട്ടിത്തെറി ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അല്ല അത് അല്ലല്ല അങ്ങനെ പറയണം. കറക്റ്റാണ്, കറക്റ്റ് എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. കറക്റ്റ് കേൾക്ക് കറക്റ്റാണ്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. അങ്ങനെ പറയണം, അങ്ങനെ തന്നെ പറയണം കേട്ടാ, അങ്ങനെ തന്നെ പറയണം. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. എപ്പോ സുനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. അപ്പൊ ഞാൻ വിഴിഞ്ഞത്ത് 140 ദിവസം സമരം നടന്നു, പല പ്രാവശ്യം പോയാളാ ഞാൻ. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഞാൻ പ്രതിപക്ഷത്തുള്ള ആളാ, എന്നാലും എന്നെ കാണുമ്പോ ഭയങ്കരമായിട്ട് ചൂടാവും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഒരു 5 മിനിറ്റ് നേരത്തേക്കേ ഉള്ളു, അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ അടുത്ത് വന്നിരിക്കും, സമരത്തിന്റെ അടുത്ത്. ഭയങ്കരം തന്നെ. 2 രീതിയെ അറിയുള്ളൂ കടപ്പുറത്തുള്ളവർക്ക്. ഒന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാം, ഒന്ന് ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ, അല്ലേ? ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അത് അറിയുള്ളൂ, അല്ലേ? ഇപ്പൊ കണ്ട മോഹൻ നോക്കിയേ, കണ്ട, അതാണ് ആ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. നമ്മുടെ അത്രയൊന്നും കള്ളത്തരം ഇല്ല, അതുകൊണ്ടാണ്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. നിഷ്കളങ്കരായ മനുഷ്യരാണ്, അത് ഞങ്ങളുടെ മനസ്സിലുണ്ടാവും കേട്ടാ. നിന്റെ അപ്പൻ വിശ്വസിച്ചു. ഒന്ന് വിളിച്ചാ മതി, അപ്പൊ ഉണ്ടാവും, കൂടെ ഉണ്ടാവും. ആ കൈ വന്നേ കേട്ടാ. ഓക്കെ, തൽക്കാലം ഇത്രയും മതി, വരട്ടെ.